ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ 5% മാത്രമേ ഇതിൽ പെടുന്നുള്ളൂ. അതൊരു പ്രധാന വിമർശനമായി അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പറയുകയാണ്. അവർക്കുള്ളൊരു മറുപടി. അല്ല, അപ്പോൾ ആദിവാസി വിഭാഗങ്ങളുടെ ഒഴികെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തീർപ്പായി എന്ന് കണക്കാക്കാമല്ലോ അല്ലേ? ഇനി അതാണ് അവശേഷിക്കുന്നൊരു പ്രശ്നം. അക്കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. നിലവിലൊരു പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാത്തവരെ പരിഗണിച്ച സമയത്ത് ഗ്രാമസഭകൾ തിരഞ്ഞെടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ചു വന്ന പട്ടികയാണിത്. അതിൽ ഇത്രയും പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ ഇതിനൊരു സംവിധാനമുണ്ട്, ഇങ്ങനൊരു പദ്ധതി നിലവിലുണ്ട്. ആരെങ്കിലും ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ന്യായം. നേരത്തെ പറയാമായിരുന്നു ഈ പട്ടിക പൂർണ്ണമല്ല എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ബഹുമാനായ ശ്രീ CP ജോണിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് UDF-നൊക്കെ ഈ 4 കൊല്ലം അവരുടെ ഭരണസമിതികൾ കൂടി പങ്കാളിയായതല്ലേ? ഇപ്പോൾ വയനാട്ടിലൊക്കെ അവരുടെ പഞ്ചായത്തുകളില്ലേ? അപ്പോൾ അവർക്ക് പറയാമായിരുന്നതല്ലേ? ശരി, അതിൽ നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ശ്രീ CP ജോൺ, ഇതാണ് പ്രതിപക്ഷത്തോടുള്ള പൂർണ്ണത. ഈ പട്ടിക പൂർണ്ണമായിട്ടുണ്ടോ? പ്രതിപക്ഷത്തോടുള്ള മറുപടി അതാണ്. നിങ്ങൾക്ക് പറയാൻ സമയമുണ്ടായിരുന്നു, അപ്പോഴൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ല. ഇവിടെ ഈ പാനലിലെ പൊടിവാറ എന്ന നമ്മുടെ പത്രപ്രവർത്തകൻ പാണഞ്ചേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്നും 32 പേരെ തിരഞ്ഞെടുത്ത് ആരും വന്നില്ല എന്ന് ബഹുമാനായ മിനിസ്റ്റർ വരുന്നതിന് തൊട്ട് മുമ്പൂടെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവരാണ്, ആരും മാറി നിന്നവരല്ല. പക്ഷേ ആശ്രയ പദ്ധതി 2002 തുടങ്ങുന്ന കാലഘട്ടത്തിൽ 2.5% പേരെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്. ആ ലൊക്കേറ്റ് ചെയ്തവരിൽ പെടാത്തവരെ കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ താങ്കൾ വരുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞ കാര്യമാണ്. ആശ്രയ പദ്ധതിയുടെ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ആ കോൺസെപ്റ്റ് അനുസരിച്ച് ഓരോ ഹൗസ് ഹോൾഡിനും ഓരോ പ്ലാൻ, അത് ജനറൽ പ്ലാൻ അല്ല. ആ തരത്തിൽ ഒരു കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കണമെങ്കിൽ പദ്ധതി പ്രവർത്തനത്തിലെ ഒരു വലിയ മാറ്റം, ഒരു വീടിനെ, ഒരു ഹൗസ് ഹോൾഡിനെ ഒരു പദ്ധതി ഉണ്ടാക്കുക എന്ന സങ്കല്പം കൊണ്ടുവന്നത് ആശ്രയാണ്. അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ കുടുംബശ്രീയാണ് കൊണ്ടുവന്നത്. അതിൻ്റെ നേതൃത്വം കൊടുത്ത SM വിജയാനന്ദും TK ജോസിനെ കുറിച്ച് ഞാൻ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് പൂർത്തിയാക്കുന്നതിന് പകരം അതിൽ നിന്ന് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വളരെ ചെറിയൊരു ലിസ്റ്റ് 64,000 പേര് വന്നു. അവർക്ക് കിട്ടുന്നതിൽ യാതൊരു വിരോധവുമില്ല. എന്തായാലും താങ്കൾ ഇപ്പോൾ അവസാനിപ്പിച്ചതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 64,000-നെ 1,00,000 പേരെയും കൂടെ ചേർക്കാമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് 64,000 പേരല്ല, 64,000 ഹൗസ് ഹോൾഡ് അല്ല. അത് വർദ്ധിപ്പിക്കണമെന്ന പൊതുബോധം, അത് പൊതു ആവശ്യം എന്നെ അത്ഭുതപ്പെടുത്തി. വിദഗ്ധന്മാർ KP കണ്ണൻ മുതൽ ജയദേവ മുതൽ എല്ലാവരും, ഗീതാമന്ദൻ, ഞാൻ പേര് മുഴുവൻ പറയുന്നില്ല, വലിയ ഒരു ടീം ഓഫ് എക്സ്പെർട്സ് അത് പറഞ്ഞ സാഹചര്യത്തിൽ ഇത് പുനഃപരിശോധിക്കണം. അതിദാരിദ്ര്യം എന്ന് പറയുന്ന 65,000 അല്ല, അതിലധികം ഉണ്ടെങ്കിൽ ഞങ്ങളത് ചേർക്കാം എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യാം. അതല്ലാതെ ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് എന്നുള്ള ആ ഒരു പരസ്യവാചകത്തോട് യോജിക്കാൻ. പക്ഷെ ആ പ്രോസസ് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ മിനിസ്റ്റർ. ശ്രീ MP രാജേഷ്, അങ്ങേക്ക് അത് വിശദീകരിക്കാം. അതോടൊപ്പം തന്നെ മിനിസ്റ്റർ ഇതൊരു തുടർ പരിപാടി കൂടിയാണല്ലോ. ഈ 64,000 പേരെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യമുക്തരാക്കി എന്ന് പറയുമ്പോൾ വീണ്ടും അതിലേക്ക് പോകാതിരിക്കുക എന്നൊരു പരിപാടി കൂടിയുണ്ടല്ലോ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനത് പറയാം. അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഇവിടെ പറയുന്ന കാര്യം, വിദഗ്ധരുടെ കത്ത് എന്നൊന്നും പറയുന്നതിൽ ഒരു കഥയില്ല കേട്ടോ. ഞാൻ ആ കത്ത് മുഴുവൻ വായിച്ചു നോക്കി. അവരുടെ ഒരു ചോദ്യം പ്ലാനിംഗ് ബോർഡുമായിട്ട് ഇക്കാര്യം ആലോചിച്ചിട്ടുണ്ടോ എന്നാണ്. ശ്രീ CP ജോൺ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്ന ഒരാളാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്ലാനിംഗ് ബോർഡ് പ്ലാനിൽ പണം വകയിരുത്തിയിട്ട് കഴിഞ്ഞ് 2 വർഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. എക്കണോമിക് റിവ്യൂവിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പുരോഗതിയും ഒക്കെ വിവരിക്കുകയാണ്. എക്കണോമിക് റിവ്യൂ തയ്യാറാക്കുന്ന പ്ലാനിംഗ് ബോർഡാണ്. അപ്പോൾ അതാണ് ആ കത്തിൻ്റെ ഒരവസ്ഥ. അത്രമാത്രം അലക്ഷ്യമായിട്ട് ഒരു വസ്തുതയും നാട്ടിൽ നടക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരു രാഷ്ട്രീയ പ്രചാരവേല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിപ്പോയി അവരുടെ കത്ത്. പ്രതിപക്ഷത്ത് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പ്രതിപക്ഷത്തിനും ഈ 4 കൊല്ലം അസംബ്ലിയിൽ എക്കണോമിക് റിവ്യൂ വെച്ചിട്ടുള്ളതല്ലേ, ഇത് ചോദ്യം ചെയ്യാമായിരുന്നില്ലേ? ഈ ലിസ്റ്റ് പോരാ, ഇത്രയല്ല ഉള്ളൂ
എന്നൊരു അഭിപ്രായമുണ്ടെങ്കിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ബഹുമാനായ ശ്രീ CP ജോൺ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം അസംബ്ലിയിലില്ല, പക്ഷേ UDF ഉണ്ടല്ലോ. ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പൊതുമധ്യത്തിൽ ഇതെല്ലാം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന ശ്രീ CP ജോൺ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ. അസംബ്ലിയിൽ കൊടുത്ത മറുപടി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഷൊർണൂർ MLA, താങ്കളുടെ പഴയ നാട്ടിലെ MLA, ആ ഷൊർണൂർ MLAക്ക് കൊടുത്തിട്ടുള്ള കണക്ക് വെച്ച് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത് 5,91,000 കഴിഞ്ഞ പ്രാവശ്യം പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതാണ്ട് 4.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.5%, 3%. അപ്പോൾ അതിനെ വളരെ ചെറിയ ഒരു നമ്പറിലേക്ക്, ഒരു 0.6 അല്ലെങ്കിൽ 0.7% കുറച്ചത് ഉചിതമായില്ല. അത് തീർത്താൽ കേരളത്തിലെ അതിദാരിദ്ര്യം തീരും എന്ന് പറയുന്നതിൻ്റെ പിന്നെ സിനിമ നടന്മാർ വരുന്നത് അതൊക്കെ വേറെ സബ്ജക്റ്റാണ്, താങ്കളോട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയത്തിൽ പറയേണ്ടതല്ല. എന്തായാലും ഞങ്ങളുടെ ഇപ്പോൾ നേരത്തെ ഈ പാനലിൽ തന്നെ ഇപ്പോഴും പാനലിൽ പിന്നെ സന്നിഹിതനായിട്ടുള്ള പൊടിവാറ, അദ്ദേഹം ജേർണലിസ്റ്റുമാണ്, രാഷ്ട്രീയം അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാണഞ്ചേരി പഞ്ചായത്തിൽ 15ാം വാർഡിൽ കൊടുത്തൊന്നും വന്നില്ല. ശരി, അതാണ് പ്രശ്നം, ഇടപെടാഞ്ഞിട്ടല്ല. ശരി, അദ്ദേഹം പറയട്ടെ. മിനിസ്റ്റർ പറഞ്ഞോളൂ. നോക്കൂ ഇവിടെ എന്താ, ഞാൻ ആവർത്തിച്ചു, AY ഒരു പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്നവരാണ്. AY റേഷൻ കാർഡുള്ള എത്ര പേരുണ്ടെന്ന് ചോദ്യത്തിനാണ് മറുപടി കൊടുത്തത്. ഇവിടെ പറഞ്ഞത് എന്താ, ഒരു തരത്തിലുള്ള ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം ഇന്നേ വരെ കിട്ടാത്ത ആളുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ഇവിടെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത്. അവരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ് ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.